ഇന്ന് നമ്മൾ ആദ്യം തിരുവനന്തപുരത്തേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അത്രത്തോളം സുപ്രധാനപ്പെട്ട വാർത്താ വികാസങ്ങളൊക്കെ സംഭവിക്കാൻ പോകുന്നത് ഇന്ന് തിരുവനന്തപുരത്താണ്. അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ഉമേഷ് ബാലകൃഷ്ണനാണ്. ഉമേഷ് ഗുഡ് മോർണിംഗ്. ഉമേഷ്, എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ തിരുവനന്തപുരം അല്ലെങ്കിൽ കേരളം കാത്തിരിക്കുന്ന വാർത്തയുടെ തുടക്കം ഉമേഷിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. പ്രധാനമായും തിരുവനന്തപുരത്ത് സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ തന്നെയാണ് അതിന്റെ ഒരു ഫോക്കസിലേക്ക് വരുന്നത്. എന്താണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ നടപടിക്രമങ്ങൾ, എപ്പോഴായിരിക്കും ഇത് ആരംഭിക്കുക? ഒപ്പം സജി ചെറിയാൻ തിരുവനന്തപുരത്ത് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പ്രതികരണം രാവിലെ നമുക്ക് ലഭ്യമാവാൻ സാധ്യതയുണ്ടോ? ഗുഡ് മോർണിംഗ് സജിത്ത്, ഗുഡ് മോർണിംഗ് ആര്യ. എന്തായാലും അത്തരമൊരു പ്രതികരണം ലഭിക്കുമോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം രാവിലെ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടെങ്കിലും MLA ഹോസ്റ്റലിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ MLA ഹോസ്റ്റലിൻ്റെ തൊട്ട് മുന്നിൽ നമ്മളുണ്ട്. എന്തായാലും ഇന്ന് വളരെ ഏറ്റവും സുപ്രധാന ദിവസമാണ്. രാഷ്ട്രീയ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാന ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. 4 മണിക്ക് രാജ്ഭവനിൽ ചടങ്ങ് ആരംഭിക്കും. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാർ, മുന്നണി നേതാക്കൾ അടക്കമുള്ളവർ ഈ ചടങ്ങിൽ പങ്കെടുക്കും. എന്തായാലും ഇത്തരമൊരു സാഹചര്യം കേരളത്തിൽ അപൂർവമാണ്. ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ഒരുപക്ഷെ സാധാരണ അതിനോടൊപ്പം ചേരാറുണ്ട്. പക്ഷേ ഇന്ന് അത്തരത്തിൽ പ്രതിപക്ഷം അതിനോടൊപ്പം നിൽക്കുന്നില്ല. പ്രതിപക്ഷം ഒരു മന്ത്രിസഭ അധികാരത്തിലേൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മന്ത്രി അധികാരമേൽക്കുമ്പോൾ പുറത്ത് പ്രതിഷേധങ്ങളുടെ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 4 മണിക്ക് ചടങ്ങ് നടക്കും. പക്ഷേ അതിന് മുൻപ് തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിക്കും. രാവിലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധ ദിനം, രാവിലെ കോൺഗ്രസ് കരിദിനം ആചരിക്കുന്നുണ്ട്. ഒപ്പം കോൺഗ്രസ് DCCയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് രാവിലെ മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൂടാതെ BJPയുടെ ഭരണഘടനാ സംരക്ഷണ ദിനമായി BJPയും പ്രതിഷേധ ദിനമായി ആചരിക്കുന്നുണ്ട്. ഈ രീതിയിൽ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഒരു മന്ത്രി അധികാരമേൽക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരുപക്ഷെ തോറ്റാൽ പോലും അത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്കൊന്നും നീങ്ങാറില്ല. പക്ഷേ ഇത്തരത്തിലൊരു പ്രത്യേക സാഹചര്യം നമുക്കറിയാം. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് പോകേണ്ടി വന്ന സാഹചര്യം അത് ഒരു എന്തായാലും രാഷ്ട്രീയ ആയുധമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അത് കഴിഞ്ഞ ദിവസം സജി ചെറിയാനോട് നമ്മൾ സംസാരിച്ചിരുന്നു. എന്തായാലും രാവിലെ കാണില്ല, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം എല്ലാവരെയും ഒന്നിച്ച് കാണാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് സജി ചെറിയാൻ പറഞ്ഞിരുന്നത്. എന്തായാലും ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം രാവിലെ നടക്കാൻ ഇറങ്ങുന്ന ഒരു രീതിയുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ MLA ഹോസ്റ്റലിൻ്റെ പരിസരത്ത് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിച്ചില്ല എങ്കിൽ പോലും വീണ്ടും മന്ത്രിയാകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഈ ഒരു ഇടവേള ഏകദേശം 6 മാസത്തോളം ഉള്ള ഇടവേളയുണ്ട്. ആ ഇടവേളയിൽ ഉണ്ടായിരുന്ന തൻ്റെ വകുപ്പുകൾ, പ്രത്യേകിച്ച് സാംസ്കാരികം, ഫിഷറീസ്, യൂത്ത് വെൽഫെയർ അതടക്കമുള്ള വകുപ്പുകളിൽ, പ്രത്യേകിച്ച് ഫിഷറീസിലും കൾച്ചറിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്ന 6 മാസം കൂടിയാണ്. അതെല്ലാം അദ്ദേഹം എങ്ങനെ നോക്കിക്കണ്ടു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിക്കാമെന്ന് കരുതിയിരുന്നതാണ്. എന്തായാലും ഇനി ഏറ്റവും സുപ്രധാനം ഈ 3 വകുപ്പുകൾ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ്. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഫിഷറീസും കൂടാതെ സാംസ്കാരികവും സജി ചെറിയാന് തന്നെ നൽകുമെന്നാണ്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാംസ്കാരികം VN വാസവനാണുള്ളത്. സാംസ്കാരിക വകുപ്പ് അത് VN വാസവനിൽ നിന്ന് എടുക്കും. ഒപ്പം ഫിഷറീസ് V അബ്ദുറഹ്മാനാണ്, അതും എടുക്കാനാണ് സാധ്യത. അത്തരം ആലോചനകൾ. ഒപ്പം യുവജനക്ഷേമകാര്യം അത് എങ്ങനെയാണ് തിരിച്ച് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. സജിത്ത്.